നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അട്ടിമറി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. 1-2 ഗോളുകൾക്കായിരുന്നു ഫുൾഹാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ 65-ാം മിനിറ്റിൽ ബാസി ഫുൾഹാമിന് ലീഡ് നേടിക്കൊടുത്തുവെങ്കിലും മത്സരത്തിന്റെ 89-ാം മിനിറ്റിൽ മഗ്ഗേർ തിരിച്ചടിക്കുകയായിരുന്നു. അതിനുശേഷം യുണൈറ്റഡ് വിജയത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കെ ഫുൾഹാം ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തുകയും ഗോൾ നേടിക്കൊണ്ട് വിജയം പിടിച്ചെടുക്കുകയുമായിരുന്നു. ട്രവോറയുടെ അതിവേഗത്തിലുള്ള മുന്നേറ്റത്തിനൊടുവിൽ ഇവോബിയാണ് ഫുൾഹാമിന്റെ വിജയ ഗോൾ കരസ്ഥമാക്കിയത്. ആ ഗോൾ പിറന്ന സാഹചര്യത്തെ ടെൻഹാഗ് ഇപ്പോൾ വിമർശിച്ചിട്ടുണ്ട്. ഒരൊറ്റ താരം ശരിയായ പൊസിഷനിൽ അല്ലായിരുന്നുവെന്നും അതിനാലാണ് ആ ഗോൾ വഴങ്ങേണ്ടി വന്നത് എന്നുമാണ് ടെൻഹാഗ് പറഞ്ഞിട്ടുള്ളത്. ഒരൊറ്റ മിസ്റ്റേക്കാണ് ഈ തോൽവി വരുത്തി വെച്ചതെന്നും ഇദ്ദേഹം ആരോപിച്ചു. ടെൻഹാഗിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അതൊരു ത്രോയിൻ ആയിരുന്നു. ഞങ്ങൾ അവരെ പ്രഷറിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. എന്നാൽ ഞങ്ങളുടെ ഒരു താരം തെറ്റായ പൊസിഷനിലായിരുന്നു. ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും ശരിയായ പൊസിഷനിൽ ആണ് എന്നുള്ളത് ഞങ്ങൾ ഉറപ്പുവരുത്തണമായിരുന്നു. യഥാർത്ഥത്തിൽ അവരെ രക്ഷപ്പെടാൻ അനുവദിച്ചത് ഞങ്ങളാണ്. ഈ മിസ്റ്റേക്കാണ് ഈ തോൽവി വരുത്തി വെച്ചത്. എന്നിരുന്നാലും തിരിച്ചടിക്കാനുള്ള കഴിവ് ഞങ്ങൾ തെളിയിച്ചു. സമനിലയ്ക്ക് വേണ്ടി പോരാടി സമനില നേടിയെടുത്തിരുന്നു. എന്നാൽ വിജയത്തിന് വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഒരു തോൽവി ഞങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതും ഒരു മിസ്റ്റേക്കിന്റെ കാരണത്താൽ. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഈ മത്സരം വിജയിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ 2 പകുതികളുടെയും തുടക്കത്തിൽ ഒരു പതിഞ്ഞ തുടക്കമാണ് ഞങ്ങൾ നൽകിയത്. അത് നിർബന്ധമായും മാറേണ്ടതുണ്ട്. ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. സൂപ്പർ താരം ഹൊയിലുണ്ട് പരിക്ക് മൂലം ഇന്നലത്തെ മത്സരത്തിൽ കളിക്കാത്തതും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വളരെയധികം തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യമായിരുന്നു. നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ 6ാം സ്ഥാനത്താണുള്ളത്. 26 മത്സരങ്ങളിൽ നിന്ന് 44 പോയിന്റാണ് അവർക്കുള്ളത്. ഈ പ്രീമിയർ ലീഗിൽ ഇതിനോടകം തന്നെ 10 തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.